അസ്സലാമലൈക്കും. എസ് ആർ കാലേജ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ചിക്കൻ തന്തൂരി ചിക്കൻ കണക്ക് ഫ്രൈ ആക്കിയാലോ. ചിക്കൻ ബ്രസ്റ്റ് വെച്ച് തന്തൂരി ചിക്കൻ്റെ മോഡലിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. യല്ല, ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഇതേമാതിരി ലോങ് നീളത്തിന് ഇതേമാതിരി ലോങ്ങായിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതാ നോക്കൂ, ഇതേമാതിരി ഒരു 3/4 ഇഞ്ച് കനത്തിന് ഇതേമാതിരി ലോങ്ങായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതിനാവശ്യമായ സാധനമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ ഒരു 3 തണ്ട് കരിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി പൗഡറും കൂടെയാണ്. നോക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി പൗഡറും വെളുത്തുള്ളി പൗഡറും കൂടെയാണ്. പിന്നെ ഒരല്പം ഫുഡ് കളറാണ്, ചുവപ്പ് കളറാണ്. തന്തൂരി ചിക്കൻ്റെ മോഡലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഫുഡ് കളറാണ്, ചുവന്ന കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരല്പം കളറിനും വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയായാലും മതി. 2 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് കുറച്ച് മതി, 2 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ട മസാല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ ടീസ്പൂൺ പിന്നെ തന്തൂരി മസാല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ചിക്കൻ മസാല ചെറിയ 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ വിനീഗർ. വൈറ്റ് വിനീഗറാണ്, സുർക്ക വൈറ്റ് വിനീഗർ. ഇനി 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത പാപ്രിക്ക പൗഡറും കൂടെ വേണം. നമുക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത എരിവില്ലാത്ത പാപ്രിക്കയാണ്. നോക്കി, അതാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് എരിവില്ലാത്തതാണ്, ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എല്ലാ മസാലകളും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി റെസ്റ്റ് ചെയ്യാൻ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് മസാല ആക്കി എടുക്കാം. നോക്കിക്കേ നിങ്ങൾ, മസാല കണ്ട ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് മസാല എല്ലാം അടിപൊളിയായിട്ട് ഓരോ പീസാക്കി നോക്കിക്കണി. ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും. നല്ല കാണാനൊക്കെ നല്ല മനുഷ്യനും കഴിക്കാനൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി നമുക്കത് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ആയി എടുക്കാം. നോക്കി, മസാല തയ്യാറായിട്ടുണ്ട്. മസാല ആക്കി വെച്ച ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്താലോ. മസാല ആക്കി വെച്ച ചിക്കൻ അതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഞാൻ ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കിതൊന്ന് പറക്കിയിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. നോക്കൂ, എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ആ എണ്ണയിലോട്ട് നമുക്ക് ഒരേ പീസ് ഇതേപോലത്തെ ചെറിയ പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം നമുക്കിതുമാതിരി എണ്ണയിലോട്ട് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ വെച്ച് നല്ല ചൂടായിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതേമാതിരി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. നോക്കിയും സഹോദരങ്ങളെ, മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ, ആ ചിക്കൻ ഫ്രൈ എല്ലാം ഞാൻ ഫ്രൈ ആക്കി കോരിയിട്ടുണ്ട്. നോക്കിക്കാണി, നിങ്ങളൊന്ന് കണ്ടുനോക്കിയാണി ഇതെങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ല വീഡിയോകളുമായിട്ട് വരാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ഈ ചിക്കൻ ഫ്രൈ നോക്കിക്കാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും എല്ലാം കൂടി ഞാൻ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നിങ്ങളൊന്ന് നോക്കിക്കാണി. ഇത് കണ്ടിട്ട് എണീറ്റ് പോകാൻ തോന്നില്ല, അത്ര സൂപ്പറാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങളുടെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോട് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.